ഇനി നമുക്ക് കിങ്സ് ഓഡിയൻസ് ഹാൾ, അതായത് ദർബാർ ഹാള്, അണ്ടർഗ്രൗണ്ട് ചേംബർ, സ്റ്റെപ്പ്ഡ് വെല്ല്, അതായത് കുളം, പടവുകളുള്ള കുളം, ഇവയെല്ലാം കാണാം. വൻതോതിൽ നശിപ്പിക്കപ്പെട്ട ഹംപിയിലെ ഒരു സ്മാരകമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് ദേവരായ രണ്ടിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു കൊട്ടാര സമുച്ചയമായിരുന്നു ഈ കാണുന്ന ഭാഗങ്ങൾ മൊത്തം. 100ഓളം തൂണുകളുള്ള ഒരു വലിയ ഹാൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒന്നിൽ കൂടുതൽ നിലകളുള്ള ഇവിടുത്തെ കെട്ടിടങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. ഇതിൽ രണ്ടാമത്തെ നില മരം കൊണ്ടുള്ളതായിരുന്നു എന്നാണ് അനുമാനിക്കുന്നത്. ഇത് വലിയൊരു ഏരിയയാണ്. ഇത് റോയൽ എൻക്ലോഷർ എന്നാണ് ഇതിനെ പറയുന്നത്. പ്രൗഢമായ കൊട്ടാര സമുച്ചയങ്ങൾ ഉണ്ടായിരുന്ന തീർത്തും നശിപ്പിക്കപ്പെട്ടൊരു സ്ഥലം. ഇനി നമ്മൾ പോകുന്നത് അണ്ടർഗ്രൗണ്ട് ചേംബറിലേക്കാണ്, അതായത് ഭൂഗർഭ അറയിലേക്കാണ്. ഇത് ആ കാലത്ത് നിർമ്മിക്കപ്പെട്ടത് തന്നെയാണ്. ദേവരായ രണ്ടിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. രഹസ്യയോഗങ്ങളും മറ്റും ചേരുന്നതിനു വേണ്ടിയും ഉള്ള ഒരു സംവിധാനമായിരുന്നു ഈ ഭൂഗർഭ അറ. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വളരെ ഇരുട്ടാണ്. അതിൻ്റെ വശങ്ങളിൽ വിളക്ക് കത്തിക്കാനുള്ള ഒരു സംവിധാനം അവിടെയുണ്ട്. എണ്ണൊഴിച്ച് വിളക്ക് കത്തിക്കാനുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് പ്രകാശരശ്മികൾ സാധാരണഗതിയിൽ പ്രവേശിക്കില്ല. പിന്നെ രഹസ്യ അറയാണ് ഇത്. തിരുവിതാംകൂറിലും ഉൾപ്പെടെയുള്ള എല്ലാ രാജകൊട്ടാരങ്ങളിലും ഇത്തരം ചേംബറുകൾ, ഇത്തരം രഹസ്യ അറകൾ ഉണ്ട്. അത് സർവ്വസാധാരണമാണ്. പക്ഷേ ഇവിടെ അത് വല്ലാതെ കേടുവരാതെ ഇത് മാത്രം അവശേഷിക്കുന്നുണ്ട് ഈ ചേംബർ. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു ഇടനാഴിയാണ്, ഇരുണ്ട ഇടനാഴി. ഇവിടെ രഹസ്യയോഗങ്ങളും അതേപോലെ പെട്ടെന്ന് ഒളിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ഒളിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഇത്. അറകളിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇനി നേരത്തെ പറഞ്ഞല്ലോ, ദസറ പോലുള്ള വലിയ ഉത്സവങ്ങൾ കൂടുമ്പോൾ ഇവിടെ പൊതുജനങ്ങൾ ഒന്നിച്ചുകൂടി അത്തരം ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ വമ്പിച്ച ഒരു ദേശീയ ഉത്സവമാക്കി മാറ്റാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇത് രാജകൊട്ടാരത്തിൻ്റെ അവശേഷിക്കുന്ന തറയാണ്. ഇവിടെ നമുക്ക് ആ ദസറ ഉത്സവത്തിൻ്റെയും മറ്റും രംഗങ്ങൾ കാണാം. നൃത്തങ്ങളുടെ കാര്യങ്ങൾ എല്ലാം കൊത്തിവെച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഈ രീതിയിൽ കിട്ടിയതല്ല, പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ അവശിഷ്ടങ്ങൾ ശേഖരിച്ച് ഒരുമിച്ച് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണമായ തോതിലുള്ള ഒരു പുനർനിർമ്മിതിയായി ഇതിനെ കാണാൻ കഴിയില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കല്ലുകൾ തമ്മിൽ തന്നെ. ഇപ്പോൾ അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു കാഴ്ചയാണ്. ഈ കാഴ്ചയിൽ നിന്ന് തന്നെ ഈ രാജ കൊട്ടാരവും പരിസരവും എത്രത്തോളം വലുതാണെന്ന് കാണാൻ പറ്റും. ഈ റോയൽ എൻക്ലോഷറിൻ്റെ വേറൊരു പ്രത്യേകത ഇവിടെയുള്ള അതായത് ഡ്രെയിനേജ് സിസ്റ്റമാണ്. വെള്ളത്തിന് ശേഖരിക്കുവാനും അതുപോലെ തന്നെ ഒഴുക്കിക്കളയുവാനും ഉള്ള ഡ്രെയിനേജ് സിസ്റ്റം വിപുലമായ രീതിയിൽ ഇവിടെ കാണാൻ കഴിയും. ഇത്രത്തോളം സാങ്കേതികമായ ഒരു ഉന്നതി വിജയരാജ സാമ്രാജ്യം 500 വർഷങ്ങൾക്ക് മുമ്പ് എത്തിയിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്. മഴവെള്ളമെല്ലാം ശേഖരിച്ച് കൊട്ടാരത്തിൽ നിന്നും വരുന്ന കൊട്ടാര കെട്ടിടങ്ങളിൽ നിന്നുള്ള മഴവെള്ളങ്ങളെല്ലാം ശേഖരിച്ച് ഈ ചാനലിലൂടെ കടത്തിവിടുന്ന ഒരു സമ്പ്രദായമാണ്. ഇത് നമ്മൾ എത്തുന്നത് പടവുകളോട് കൂടിയ ഒരു കുളത്തിലേക്കാണ്. സ്റ്റെപ്പ്ഡ് ടാങ്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ഏറ്റവും വളരെ ഭംഗിയുള്ള മനോഹരമായ ഒരു നിർമ്മിതിയാണ്. ഇതിൽ ഒരുപാട്
സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഗാനരംഗങ്ങൾക്കും ഈ ടാങ്ക് വേദിയായിട്ടുണ്ട്. ഈ ടാങ്കിലേക്ക് ഈ കൊട്ടാരത്തിൻ്റെ വിവിധ വശങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ജലം ടാങ്കിലേക്ക് എത്തിക്കുന്ന ആ ചാനലാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഇതേ രീതി നമുക്ക് നമ്മുടെ തിരുനെല്ലിയിലും കാണാൻ സാധിക്കും. തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ജലം ഇതുപോലെ ഒരു മലയിൽ നിന്ന് ഇതേപോലെ ഏകദേശം ഇതേ കൺസ്ട്രക്ഷൻ തന്നെയാണ് ചാനൽ വഴി മലയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു സിസ്റ്റം അവിടെ നിലവിലുണ്ട് തിരുനെല്ലി, നമ്മൾ വയനാടുള്ള തിരുനെല്ലി ക്ഷേത്രത്തിൽ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേ വാസ്തുശില്പം, ഇതേ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ തന്നെയാണ് തിരുനെല്ലിയിലും ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ വേറൊരു മലയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ജലം കൊണ്ടുവരുന്നു. ഇവിടെ കൊട്ടാരത്തിൻ്റെ വിവിധ വശങ്ങളിൽ പെയ്തിറങ്ങുന്ന ജലത്തിനെ ശേഖരിച്ച് ആ ശുദ്ധജലത്തെ ആ ടാങ്കിലേക്ക്, ആ സ്റ്റെപ്ഡ് ടാങ്കിലേക്ക് നിക്ഷേപിക്കുന്നു. ഈ സ്റ്റെപ്ഡ് ടാങ്ക് പല അവസരങ്ങളിലും പ്രത്യേകിച്ചും ദസറയിലും മറ്റും ആറാട്ടിനായും മറ്റും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ദേവിയുടെ വിഗ്രഹം ആറാടിക്കാനും മറ്റും ഈ കുളം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് അവശിഷ്ടങ്ങൾ, ഇത്രയും വലിയൊരു രാജകൊട്ടാരം പൂർണ്ണമായി തകർക്കപ്പെട്ടു. ഇന്ന് ഇത് ചരിത്രത്തിൻ്റെ സ്മാരകമാകുന്നു. ഈ വലിയ സ്റ്റേജ് കാണുന്നത് അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്, അതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റിയില്ല. ദസറ ആഘോഷവേളയിൽ വിവിധ കലാപരിപാടികൾ ഈ സ്റ്റേജിൽ വെച്ചാണ് അരങ്ങേറിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. സ്റ്റേജിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ സാധിച്ചില്ല. അവിടെ കൺസ്ട്രക്ഷൻ റിനോവേഷൻ വർക്കും ചെറിയ തോതിലുള്ള റീകൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അവിടെ പുറത്തിറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഈ ക്വീൻസ് ബാത്താണ്. ക്വീൻസ് ബാത്ത് ഇൻഡോ അറബിക്, ഇന്ത്യൻ അറബിക്കിൻ്റെ, അതായത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ, നേരത്തെ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഇസ്ലാമിക് ആർക്കിടെക്ചർ, ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കുളം പോലെ, ഒരു ശരിക്കും പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇന്നത്തെ കാലത്ത് പറയുകയാണെന്ന് വെച്ചാൽ ഒരു സ്വിമ്മിംഗ് പൂള് പോലെയുള്ള ഒരു സംവിധാനമാണ് ഇത്. ആ കാലഘട്ടത്തെ ജനങ്ങളുടെ ജീവിത രീതിയെ കുറിച്ച് കൃത്യമായ ഒരു വിവരണമാണ് നമുക്ക് തരുന്നത്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ കണ്ട റോയൽ എൻക്ലോഷർ കൃഷ്ണദേവരായ രണ്ടാമനാണ് നിർമ്മിച്ചത് എങ്കിൽ ഈ സ്ഥലം ക്വീൻസ് ബാത്ത് നിർമ്മിച്ചത് അച്യുതരായരുടെ കാലഘട്ടത്തിലാണ്. അച്യുതരായരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഈ ക്വീൻസ് ബാത്ത് എന്ന് പറയുന്ന സമുച്ചയം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു ചുറ്റും ഒരു കടവ് പോലെയുള്ള സ്ഥലം, അവിടേക്ക് വെള്ളം ഇതിനടുത്ത പറഞ്ഞ പോലെ തന്നെ ശേഖരിച്ച് അങ്ങോട്ട് എത്തിക്കുന്ന ചാലുകൾ, അത് കഴിഞ്ഞ് ഒരു വാട്ടർ ടാങ്ക്, രണ്ട് ഭാഗത്തു നിന്ന് ഇറങ്ങാനുള്ള സംവിധാനം. ഇത്രയുമാണ് ഈ ക്വീൻസ് ബാത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ക്വീൻസ് ബാത്ത് നേരത്തെയുള്ള റോയൽ എൻക്ലോഷറിൽ നിന്ന് ഒരു 1,500 മീറ്ററിൻ്റെ അകത്ത ദൂരത്തിലാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക. ഈ ക്വീൻസ് ബാത്തിൽ നിന്നുള്ള രംഗങ്ങളാണ്. ഇനി നമ്മൾ പോകുന്നത് ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ്. ശരിക്കും ആർക്കിയോളജിക്കൽ മ്യൂസിയം ആദ്യം സന്ദർശിച്ച ശേഷം ഇങ്ങോട്ട് ബാക്കി സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അവിടെ ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ പ്രദർശനമുണ്ട്. ആ വീഡിയോ പ്രദർശനം കൃത്യമായിട്ടും നമ്മുടെ ഹംപിയെക്കുറിച്ചുള്ള ഒരു വിവരണം നമുക്ക് തരും.